വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാക്രിഫൈസിങ് റേഷ്യോ, അതായത് അഡ്മിഷൻ എന്ന ചാപ്റ്ററിലുള്ള മറ്റൊരു ടോപ്പിക്കാണ് സാക്രിഫൈസിങ് റേഷ്യോ. അതായത് എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് നോക്കാം. അതായത് അഡ്മിഷൻ്റെ ടൈമിൽ, അതായത് ഒരു ന്യൂ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന കേസിൽ അയാൾ അല്ലെങ്കിൽ ന്യൂ പാർട്ട്ണർ കോമ്പൻസേഷനായിട്ട് അല്ലെങ്കിൽ പ്രീമിയം ആയിട്ട് അല്ലെങ്കിൽ ഗുഡ് വില്ലായിട്ട് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് കൊണ്ടുവരും. ആ ക്യാഷ് ആർക്ക് ഷെയർ ചെയ്തെടുക്കാം? നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് എടുക്കാം. അപ്പോൾ അത് ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്തെടുക്കുക? സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഷെയർ ചെയ്തെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് കിട്ടേണ്ടതായിട്ടുള്ള മുഴുവൻ പ്രോഫിറ്റിൽ നിന്നും ഇപ്പോൾ ആർക്ക് കൂടി ഒരു ഷെയർ നൽകുകയാണ് അവർ? നമ്മുടെ ന്യൂ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഇൻകമിങ് പാർട്ട്ണർക്ക് ഒരു ഷെയർ കൂടി നൽകുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ആ ന്യൂ പാർട്ട്ണർ എന്ത് കൊണ്ടുവരണം? കോമ്പൻസേഷനായിട്ട് ചെറിയൊരു എമൗണ്ട് അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് കൊണ്ടുവരണം. അത് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഏത് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കാണുക, അല്ലെങ്കിൽ അതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ: സാക്രിഫൈസ് ബൈ എ പാർട്ട്ണർ ഓൾഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് മൈനസ് ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതായത് സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഏതിലാണ് കാണുക? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അതായത് ഓൾഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് എങ്ങനെ എഴുതാം? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ: സാക്രിഫൈസിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷനാണ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. R and S are partners sharing profit in the ratio 4:3. They decided to admit T for 1/8 share. Calculate new ratio and sacrificing ratio. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ആറും എസും പാർട്ട്നേഴ്സാണ്. അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ളത് 4:3 ആണ്. അവർ 1/8 ഷെയർ നൽകിക്കൊണ്ട് ആരെ അഡ്മിറ്റ് ചെയ്യാണ്? ടി എന്ന് പറയുന്ന ആളെ അഡ്മിറ്റ് ചെയ്യാണ്. അപ്പം നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ന്യൂ റേഷ്യോയും അതോടൊപ്പം സാക്രിഫൈസിങ് റേഷ്യോയും. ഓക്കെ, അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ന്യൂ റേഷ്യോ നമ്മൾ കാണാം. ഇവിടെ ഓൾഡ് റേഷ്യോ ഓഫ് ആർ ആൻഡ് എസ്, ഓൾഡ് റേഷ്യോ ഓഫ് ആർ ആൻഡ് എസ് അതായത് 4:3 ആണ്. ഓൾഡ് റേഷ്യോ ഓഫ് ആർ ആൻഡ് എസ് അതായത് 4:3 ആണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഓൾഡ് റേഷ്യോ ഓഫ് ആർ ആൻഡ് എസ് 4:3. എന്നാൽ ന്യൂ റേഷ്യോ ഓഫ് ആർ, എസ് ആൻഡ് ടി 4:3:1. ഈ 1 എങ്ങനെ കിട്ടി? 1/8 എന്നുള്ളതാണ് ഈ 1 നമ്മൾ എടുത്തിട്ടുള്ളത്. 4:3:1. അപ്പോൾ ന്യൂ റേഷ്യോ എത്രയാണ്? 4:3:1. അപ്പോൾ നമ്മളെ സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ ഓൾഡ് റേഷ്യോ എത്രയാണ്? ഓൾഡ് റേഷ്യോ 4:3 ആണ്. ന്യൂ റേഷ്യോ 4:3:1 ആണ്. ഓൾഡ് റേഷ്യോ 4:3 ആണ്. ന്യൂ റേഷ്യോ 4:3:1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ആർ എത്രയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് നോക്കാം. ആർ സാക്രിഫൈസ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഞാൻ എഴുതുകയാണ്. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ദർഫോർ ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:3 എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 4/7 എഴുതാം. 4 + 3 അതായത് 7. 7ൽ 4 ഭാഗം ആർക്ക്? നമ്മുടെ ആറിനുള്ളതാണ്. മൈനസ് 4/8. 4/8 എങ്ങനെ കിട്ടി? 4:3:1. 4/8 എങ്ങനെ കിട്ടി? 4:3:1 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് 4 × 8 4 × 7 7 × 8 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ 7 × 4 അതേപോലെ തന്നെ 4 × 8 അതോടൊപ്പം 7 × 8. അപ്പോൾ നമുക്കൊന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം. 32 - 28 ഡിവൈഡഡ് ബൈ 56. ഈ 56 എങ്ങനെ കിട്ടി? 7 × 8. എന്നാൽ ഈ 32 എങ്ങനെ കിട്ടി? 4 × 8. എന്നാൽ ഈ 28 എങ്ങനെ കിട്ടി? 7 × 4. ഓക്കെ,
അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/56 ആണ്. 4/56 ആണ്. എന്നാൽ അതോടൊപ്പം നമുക്ക് എസിൻ്റെ സാക്രിഫൈസ് നോക്കാം. എസിൻ്റെ സാക്രിഫൈസ് നോക്കാം. എസ് എത്രയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. 4:3 ആണ്. അപ്പോൾ 3/7 മൈനസ് 3/8. 3/7 മൈനസ് 3/8. നമുക്ക് വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 × 8 7 × 3 ആൻഡ് 7 × 8. അപ്പോൾ നമുക്ക് 3 × 8 7 × 3 ആൻഡ് 7 × 8 ഒന്ന് ചെയ്ത് നോക്കാം. 24 മൈനസ് 21 ഡിവൈഡഡ് ബൈ 56. 24 മൈനസ് 21 ഡിവൈഡഡ് ബൈ 56. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 3/56. ഓക്കെ. ഈ 24 എങ്ങനെ കിട്ടി? 3 × 8. എന്നാൽ ഈ 21 എങ്ങനെ കിട്ടി? 3 × 7. മനസ്സിലാവുന്നുണ്ടോ? ഡിവൈഡഡ് ബൈ 7 × 8. 7 × 8 നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 56 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടിയത് എത്രയാണ്? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 4/56 is to 3/56. Therefore 4:3. 4:3. ഓക്കെ. അപ്പോൾ നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം സാക്രിഫൈസിങ് റേഷ്യോ കാണുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമ്മളെ ഓൾഡ് റേഷ്യോ 4:3 ആണ്. നമ്മളെ ന്യൂ റേഷ്യോ 4:3:1 ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആർ സാക്രിഫൈസ് ചെയ്ത് എത്ര, അതേപോലെ തന്നെ എസ് സാക്രിഫൈസ് ചെയ്ത് എത്രയെന്നുള്ളത് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4/7 ആൻഡ് 4/8. 4/7 എന്നുള്ളതും ഈ 4/8 എന്നുള്ളതും ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും നമ്മൾ ചെയ്തതാണ്. നമുക്കിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 7 × 4 ആൻഡ് 4 × 8. 7 × 4 32. 4 × 8 28. ഡിവൈഡഡ് ബൈ 7 × 8 56. Therefore നമുക്ക് കിട്ടുന്ന ആൻസർ 4/56 ആണ്. അതേപോലെ തന്നെ 3/7 മൈനസ് 3/8 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 × 8 ആൻഡ് 7 × 3 ആൻഡ് 7 × 8. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 3 × 8 24. 7 × 3 21. ഡിവൈഡഡ് ബൈ 7 × 8 ഡിവൈഡഡ് ബൈ 56. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 3/56. അതുകൊണ്ട് തന്നെ നമ്മളെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്? 4/56 ആൻഡ് 3/56 ഈക്വൽ ടു 4:3. ഓക്കെ.